കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പേരിനൊരു ഭർത്താവെങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലമ്മോ. പേരിനൊരു ഭർത്താവ്, എത്ര സത്യം കാവേരി ചേച്ചി പറഞ്ഞത്. അമ്മ ചെല്ല്, ഞാനിവിടെ നിന്ന് തനിച്ചിരിക്കട്ടെ. ഇല്ല സഞ്ജു, അയാളെ അന്വേഷിച്ചു പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ദിനേശൻ അങ്കിളിന് മുന്നിൽ പിന്നെ നീ ആരായി? ഇന്നലെ വരെ വീട്ടിൽ ഒരു ഭിന്നതയുണ്ടായിട്ടില്ല. എല്ലാവരുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ കണ്ടറിഞ്ഞ് പരിഹരിച്ചാണ് ഞാൻ പോയത്. എന്റെ വീക്ക്നെസ്സിനെ പറ്റി നീ പറഞ്ഞില്ലേ, അത് സത്യ. വീട്ടിൽ ഒരാളെങ്കിലും വിഷമിച്ച് കഴിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ മാത്രം അങ്ങനെ ചിന്തിച്ചാ പോരല്ലോ, മറ്റുള്ളവർക്കും ആ മനസ്സുണ്ടാവണ്ടേ. തിരുത്തലുകളില്ലാതെ ആരുടെ ജീവിതവും വിജയിക്കാൻ പോകുന്നില്ല. നീ പ്രതികരിക്കാൻ കുറച്ച് വൈകിപ്പോയെന്ന അഭിപ്രായക്കാരനാ ഞാൻ. അതിന്റെ ദോഷമാ നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുരുകന്റെ മരണത്തിൽ നിനക്കൊരു പങ്കുമില്ല, പക്ഷേ പരോക്ഷമായി നിനക്കതിൽ പങ്കുണ്ട്. എടാ, ഞാൻ ദിനേശൻ അങ്കിളിന് നീ കൊടുത്ത അമിത സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷിയാ ആ മനുഷ്യൻ. അതെ സഞ്ജു, ഒരു കുടുംബം ഭിന്നിച്ചു പോകണമെന്ന് ഞാൻ പറയില്ല. നിന്റെ കുടുംബത്തെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെക്കാൾ നന്നായി അറിയാവുന്ന ആരാ ഉള്ളത്? പക്ഷേ ഒരാളെപ്പോലും മനസ്സിലാക്കാൻ നീ ശ്രമിക്കുന്നില്ല. എടാ, നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദിനേശൻ അങ്കിള് തിരിച്ചു വന്നില്ലെങ്കിൽ കാവേരി അപ്പച്ചിയുടെ കണ്ണീര് ഞാൻ കാണണ്ടേ? കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു സാധു സ്ത്രീയാ അവര്. അയാളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സൊന്നും ദിനേശൻ അങ്കിളിനില്ല. തരാതരം പോലെ നിൽക്കാൻ പഠിച്ചവൻ അയാള്. നിന്റെ കുടുംബത്തിൽ അയാൾക്ക് കയറി പറ്റിയേ പറ്റൂ. എന്റെ കണക്കൂട്ടിലെ പിഴക്കില്ല. നീയല്ല അയാളോട് ക്ഷമ പറയാൻ പോവേണ്ടത്. അയാള് വന്ന് നിന്നോട് ക്ഷമ പറയും. 2-3 ദിവസം കൂടി നോക്കാം. വന്നില്ലെങ്കിൽ അന്വേഷിച്ചു പോയേ പറ്റൂ. നീ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതുകൊണ്ട് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. കവിതാപ്പച്ചയ്ക്കും അതൊരു മുന്നറിയിപ്പാ. സ്നേഹിക്കാൻ മാത്രമല്ല, പ്രതികരിക്കാനും സഞ്ജുവിന് അറിയാമെന്ന് ചിലർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. ഇതുവരെ നീ ഒരു വിഡ്ഢിയാണെന്ന ധാരണയായിരുന്നു ദിനേശൻ അങ്കിളിനും കവിതാപ്പച്ചയ്ക്കും ഉണ്ടായിരുന്നത്. ആ ധാരണയാ ഇപ്പൊ മാറിയിരിക്കുന്നത്. വാ, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. ഇന്നത്തെ ഇരയും പ്രതീക്ഷിച്ച് നിൽക്കായിരിക്കും. നീയോ? ഇന്നിതുവരെ ആരെയും കണ്ടില്ലേ? ഏതെങ്കിലും പാവം കുട്ടി വഴി തെറ്റി വരും. തലയ്ക്ക് അടിച്ചു വീഴ്ത്തി അവളുടെ പൊന്നും പണവും കവർന്ന കുറച്ചു നാൾ സുഖമായിട്ട് ജീവിക്കാം. അതേടി, കക്കാനും കൊല്ലാനും തയ്യാറായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. എനിക്കിനി എന്ത് നോക്കാൻ? ദിനേശനെ വൃത്തിയേട്ടവൻ തന്നെ. അത് നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ തലക്കടിച്ചിട്ടത് മോഷ്ടിക്കാനാണെന്ന് വിചാരിക്കാം. പക്ഷെ വീട്ടിൽ വെച്ച് എന്റെ കൈക്ക് കയറി പിടിച്ച് നോവിച്ചത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. നിനക്ക് വേണ്ടതേ നിന്റെ പൊന്നും പണമല്ലേ? ആരെ കൊന്നിട്ടാണെങ്കിലും നിനക്ക് ഞാൻ തന്നിരിക്കും. ഒരാളിന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചത് എനിക്ക് വേണ്ടെങ്കിലോ ആ പാപം ഞാനും അനുഭവിക്കേണ്ടി വരും. എന്തിനാ നിങ്ങൾ മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും നടക്കുന്നേ? കൊട്ടാരം പോലൊരു ഭാര്യാഗ്രഹമുണ്ട്. അവരുടെ കമ്പനിയിൽ ഒരു ജോലിയുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തങ്കം പോലൊരു ഭാര്യയുണ്ട്. നിങ്ങൾ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് പോലും നിങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കി കഴിയുക അവര്. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? ഞാൻ പോയേക്കാം, പക്ഷെ ലക്ഷ്മി പൂജയ്ക്ക് നിങ്ങൾ കാവേരി ചേച്ചിയോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നോട് ആജ്ഞാപിക്കുക നീ ആരടി? അവളാ നിന്നെ പറഞ്ഞു വിട്ടതെങ്കിൽ ചെന്ന് പറഞ്ഞേക്ക്. ഈ ജന്മം അവളെ വേണ്ടാന്ന്. അവളെ വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ചേച്ചിയുടെ കണ്ണീര് കണ്ട് സ്വയം വന്നതാ. നിങ്ങൾ വരും. ഒന്ന് പോവണേ. നിങ്ങളൊരു കള്ളനാണെന്ന് കാവേരി ചേച്ചിക്ക് അറിയില്ല.
നിങ്ങളെ ഓർത്ത് അവർ ഇനിയും കരഞ്ഞ എനിക്കത് പറയേണ്ടി വരും. പിന്നെ അവര് കരഞ്ഞെന്ന് വരില്ല, നിങ്ങളെ വെറുക്കും. എനിക്ക് വേണ്ടാത്തവൾ എന്നെ വെറുത്താൽ എനിക്കെന്താ? അതും പറഞ്ഞ് നീ എന്നെ വരട്ടാനും നോക്കണ്ട. എങ്കി എന്നെ തലക്കടിച്ച് വീഴ്ത്തി കോമ സ്റ്റേജ് കിടത്തിയത് നിങ്ങളാണെന്ന് ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞാലോ? ചേച്ചിയോട് ഇത് ഞാൻ പറഞ്ഞ നിങ്ങളെ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ? ആ നിമിഷം നിങ്ങളെ തേടി പോലീസ് എത്തും. ചേച്ചി വിട്ടുകളയുന്ന കൂട്ടത്തിലല്ല. അന്ന് ആ കള്ളനെ തേടി ചേച്ചി പലവട്ടം സിറ്റിയിൽ അന്വേഷിച്ചതാ. നിങ്ങള് ചേച്ചി വിവാഹം ചെയ്യാൻ പോകുന്ന ആളിന്റെ അങ്കിളാണെന്ന് അറിഞ്ഞിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. നിങ്ങൾക്ക് കാവേരി ചേച്ചിയെ വേണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനു പറയാതിരിക്കണം? എന്റെ വളകൾ തെളിവായിട്ട് കാവേരി ചേച്ചിയുടെ കയ്യിൽ കിടപ്പുണ്ട്. കാവേരി ചേച്ചിയുടെ അടുത്തേക്ക് നിങ്ങൾ വന്നാൽ ഞാൻ ഒന്നിനും പോവില്ല. ഞാൻ നിർബന്ധിക്കുന്നുമില്ല. എന്ത് വേണമെന്ന് നന്നായി ആലോചിക്കുക. കുഞ്ഞൂട്ടനല്ലേ വരുന്നത്? അവനെ ഒന്ന് കാണാനിരുന്നതാ ഞാൻ. ദേ വരുന്നേ, നിങ്ങൾ വാ. കുഞ്ഞൂട്ടാ, എന്തൊക്കെയായി കേൾക്കുന്നത്? ബാലാമണി അമ്മയെ നിന്റെ ചേട്ടൻ അർജുൻ കൊന്നതാണോ? അർജുന അത് ചെയ്തെങ്കിൽ ഉറപ്പായി നരേന്ദ്രൻ തമ്പിയും കൂടെ കാണും. അവരാ മുത്തശ്ശിയെ കൊന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നീ പറയാതെയാണോ പോലീസുകാർ വന്ന് അർജുനെ കൊണ്ടുപോയത്? അത് വിവരങ്ങൾ ചോദിച്ചറിയാൻ കൊണ്ടുപോയതാ. അർജുനേട്ടനെ വിട്ടയക്കുകയും ചെയ്തല്ലോ. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കല്ലേ കുഞ്ഞൂട്ടാ. ഈ പെരുവണ്ണാപുരത്തുകാര് മണ്ടന്മാരൊന്നും അല്ല. അവനത് പറയാൻ പറ്റുമോ ചന്ദ്രൻപിള്ള സാറേ? പ്രതികൾ അവന്റെ ഏട്ടനും അളിയനും അല്ലേ? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാവും അവൻ കരുതുന്നത്. അല്ലേ കുഞ്ഞൂട്ടാ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ബാലാമണി അമ്മ മരിക്കുന്ന ദിവസം അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങാൻ വന്നതല്ലേ നീ? അതെ, പിറ്റേന്ന് മരണവാർത്ത കേട്ടപ്പോ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതുമില്ല. അങ്ങനെ സംശയം തോന്നിയിരുന്നുവെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാതെ സംസ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുവോ? അതെ, ബാലാമണി അമ്മയുടെ മരണം കൊലപാതകമാണെങ്കിൽ അത് ചെയ്തവരാരായാലും ശരി, അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതുവരെ ഞങ്ങൾ ഈ നാട്ടുകാർ നിന്റെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സഹായം എനിക്ക് വേണം. നിങ്ങളല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഉണ്ടാവും കുഞ്ഞൂട്ടാ. ഇത് നരേന്ദ്രന്റെ സ്വാധീനം കൊണ്ട് തേച്ചുമാച്ച് കളയാൻ ഞങ്ങള് സമ്മതിക്കില്ല. കുഞ്ഞൂട്ടന് സംശയം തോന്നാനുള്ള കാരണം ഞങ്ങളോട് ഇനിയെങ്കിലും പറ. മരിക്കുന്നതിന് മുമ്പ് പിള്ളച്ചേട്ടനെ ഒന്ന് കാണണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു. എനിക്കത് പിള്ളച്ചേട്ടനെ അറിയിക്കാനായില്ല. പിന്നെ സ്വത്തുക്കളൊക്കെ ലച്ചുവിൻ്റെ പേരിലാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ വിവരം പുറത്താർക്കും അറിയില്ല. ഞാനിത് അറിയാതെ പോയത് കഷ്ടമായി പോയല്ലോ. ബാലാമണി അമ്മയെ തീർത്ത് കളഞ്ഞതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ മുത്തശ്ശിയെ മരിച്ച നിലയിൽ കാണുമ്പോൾ കയ്യിലൊരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ തനിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങളെയും കൂടി അറിയിക്കണം. നമുക്കൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കണം. ഇനി എല്ലാ വിവരങ്ങളും ഞാൻ അറിയിക്കാം. നരേന്ദ്ര, നീ ഇതിൽ കുടുങ്ങും. കുടുക്കിയിരിക്കും ഈ ചന്ദ്രൻപിള്ള. കാഞ്ചനയും പ്രഭയും മോളെയും ഇതുവരെ കണ്ടില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷമാ കാഞ്ചന ലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുന്നത്. അവര് വരും. വസുമതി ടെൻഷനാവണ്ട. വിഗ്രഹം ഉടനെ എത്തും. പുറത്തെ ഒരുക്കം എന്തായിന്ന് പോയി നോക്കിയോ? പന്തലൊക്കെ എപ്പോഴേ തയ്യാറായിരിക്കുന്നു. സദ്യ വട്ടങ്ങൾ എന്തായെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആഹാ, അച്ഛനും അമ്മയും റെഡിയായോ? സഞ്ജു എത്തിയില്ലേ മോളെ? അവനും സച്ചിയും പുറപ്പെട്ടു കഴിഞ്ഞു വെച്ചാ. ഭക്ഷണം റെഡിയായില്ലേ അമ്മോ? ഭക്ഷണം തയ്യാറായിട്ടുണ്ട് മുത്തശ്ശി. എന്താണാവോ കാഞ്ചന വൈകുന്നത്? ഭക്ഷണം കഴിക്കുമ്പോ വിഗ്രഹം എത്തിയാ അതൊരു ലക്ഷണക്കേടാവും.
വസുമതി ഒന്ന് നിലത്ത് നിൽക്ക്. എല്ലാത്തിനും സമയമുണ്ട്. വിഗ്രഹം പുറപ്പെടുമ്പോ അവിടെ നിന്ന് അറിയിപ്പ് വരും. എനിക്കങ്ങനെ സമാധാനപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിലെ ഇനിയുള്ള 1 വർഷത്തെ ഐശ്വര്യ പൂജയാ നടക്കാൻ പോകുന്നത്. കവിതയെ കൊണ്ട് കാഞ്ചനെ ഒന്ന് വിളിപ്പിച്ചിട്ട് ഞാൻ ദാ വരാം. മുത്തശ്ശ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ചാർത്തലുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം ഉണ്ടെന്ന് നീ ഉറപ്പ് വരുത്തിയോ? എല്ലാം ഉണ്ട് മുത്തശ്ശ. ഇനി തുളസിത്തെ നട്ടാ മതി. ആ, ശ്രീദേവി ചെന്ന് തുളസിത്തെ നട്ടിട്ട് വരൂ. ശരി അച്ഛ. വാ മോളും വാ. ഒരുക്കങ്ങളൊക്കെ എന്തായാലും കേമായിട്ടുണ്ട് അല്ലേ മോളെ? ഈ കർമ്മം ചെയ്യേണ്ട ഭാഗ്യം എനിക്കാ മോളെ. വീട്ടിലെ മൂത്ത മരുമകൾ വേണം തുളസിത്തായി നട്ട് നനയ്ക്കാൻ. രാജു എടുത്തോ. എന്താമ്മേ, സുഖക്കുറവ് തോന്നുന്നുണ്ടോ? ചൂടായിട്ടാവും, ശ്വാസം കിട്ടുന്നില്ല. അമ്മേ, അയ്യോ അമ്മേ, 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 അയ്യോ അമ്മേ. ശ്രീദേവമ്മ വേണം തുളസി നടാൻ. മോളെ നട്ടോളൂ. അയ്യോ അമ്മേ, ഞാൻ അമ്മ നട്ടോളൂ. ശ്രീദേവമ്മയ്ക്ക് വേണ്ടി അമ്മ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ല, വേഗം ആവട്ടെ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ, മോള് ചെയ്തോളൂ. ചൂടേക്കാതെ അമ്മ അകത്തേക്ക് പോവാ. അമ്മോ, അങ്ങനൊരു ഭാഗ്യം ദൈവം അമ്മോന് സമ്മാനിച്ചു. അയ്യോ, വിഗ്രഹം എത്തിയിട്ടുണ്ടെന്നാ ഞാൻ കരുതിയേ. പുറപ്പെട്ടെന്ന് അറിഞ്ഞോ കുട്ടി? ഉടനെ എത്തുന്ന കേട്ടത്. കുട്ടി ഇവിടുത്തെ സർവന്റ് ആണോ? മുമ്പ് കണ്ടിട്ടില്ല. ബന്ധത്തിലുള്ളതാ. അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. ഈ വർഷവും ലക്ഷ്മി ദേവിയെ കണ്ടു തൊഴാൻ ഭാഗ്യമുണ്ടായി. ഈ വീട്ടിൽ വെച്ച് ലക്ഷ്മി ദേവി ദർശിച്ചാൽ 1 വർഷം അല്ലലും അലച്ചിലും ഒന്നും ഉണ്ടാകില്ല. ശരിക്കും മംഗലശ്ശേരിക്കാര് സുഹൃതം ചെയ്തവരാ. അവരുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതയല്ലേ ഒരു പകൽ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നത്. അതെ അതെ, ലക്ഷ്മി ദേവി നേരിട്ടാ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. മംഗലശ്ശേരിക്കാരുടെ ബന്ധുക്കളാവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ലക്ഷ്മി പൂജയെ പറ്റി കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. മംഗലശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയാണ് ലക്ഷ്മി ദേവി. ആ ദേവതയെ മറ്റൊരു വിഗ്രഹത്തിൽ ആവാഹിച്ചു കൊണ്ടുവരികയാ ചെയ്യുന്നത്. സുമംഗലികളായ സ്ത്രീകൾ മാത്രമേ ഈ പൂജയിൽ പങ്കെടുക്കാവൂ. അല്ലാത്ത സ്ത്രീകൾ പൂജയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് അഭിഷേക തീർത്ഥം തളിച്ച് കുങ്കുമം തൊടും. ഭർത്താവിന്റെ ആയുസ്സിനും
കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പൂജയാണ് ലക്ഷ്മി പൂജ. എന്റെ ഭർത്താവിന് വേണ്ടി എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ ദേവി. പരീക്ഷണങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ ദൈവമേ. ഇവിടുന്ന് പോവാൻ ഞാൻ പലതവണ ശ്രമിച്ചതാ. ഓരോ തവണയും എന്നെ ബന്ധനത്തിലാക്കുകയാ. ഇനി എന്ത് ദുരിതത്തിന് വേണ്ടിയാ എന്നിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും എന്റെ ഭർത്താവിന് വേണ്ടിയുള്ളതാ. അദ്ദേഹത്തിന്റെ ആയുസ്സിനും സന്തോഷത്തിനും വേണ്ടിയുള്ള പൂജകളും. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാൻ വേണം അതൊക്കെ ചെയ്യാൻ. എനിക്കതിന് കഴിയുന്നുമില്ല. പോവാൻ സാധിച്ചാൽ തന്നെ എങ്ങനെ ഞാനിവിടുന്ന് പോവും? അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്. ഓഫീസിലും വീട്ടിലും അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല. ഈ പൂജയിലൂടെ അതെല്ലാം പരിഹരിക്കേണ്ടതാ. എനിക്ക് അതിനും കഴിയാതെ പോകുന്നു. ലക്ഷ്മി ദേവി, അവിടുന്ന് എന്നെ കാത്തോളനെ. പ്രാർത്ഥിക്കാനല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല. വല്യേച്ചി വന്നു. സമാധാനായി, അവരിങ്ങ് എത്തിയല്ലോ. കുറച്ച് നേരത്തെ വന്നൂടായിരുന്നു മോളെ. ഒരു ചടങ്ങ് നടക്കുന്ന വീടല്ലേ. നേരത്തെ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അമ്മ വൈകിപ്പിച്ചതാ മുത്തശ്ശി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ മോളെ നീ ഈ പൂജയിൽ പങ്കുകൊള്ളുന്നത്. ഈ കുടുംബത്തിലെ മൂത്ത മകളെന്ന നിലയ്ക്ക് ലക്ഷ്മി പൂജയുടെ മുന്നിൽ നിൽക്കേണ്ടത് നീയാ. ചടങ്ങുകള് അമ്മ എന്നെ ഓർമ്മപ്പെടുത്തണമെന്നില്ലേ. ഞാനിതുവരെ ഒന്നും മറന്നിട്ടില്ലേ. മരുമകള് അകത്തിരിപ്പാണോ കവിതേ? ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. തുളസി തൈ നട്ടതിന്റെ ക്ഷീണം തീർക്കാൻ പോയതാ. അമ്മ എവിടെ മുത്തശ്ശി? അവള് കിച്ചണിൽ കാണും മോളെ. മോളെ, ദിനേശന് ഇല്ലാതെ പോയതിലാ വിഷമം. കാവേരി മുറി വിട്ടിറങ്ങിയിട്ടില്ല. നീ ചെന്ന് അവളെ പുറത്തിറക്ക. കാവേരി വന്നാലും ദിനേശൻ വേണ്ടേ അഭിഷേക ജലവും കുങ്കുമവും തൊടാൻ? ഭർത്താവുണ്ടായിട്ടും അവൾക്ക് ഈ വിധി വന്നല്ലോ. സംസാരമൊക്കെ പിന്നെ ആവാം. വിഗ്രഹം എത്തുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാം. സഞ്ജുവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അമ്മു, ചേച്ചി, നിന്നെ ഒന്ന് കാണാനാ ഞാൻ ഓടി വന്നത്. ചേച്ചിയെ കാണാൻ ഞാനും കൊതിച്ചു. നീ തനിച്ചാണോ അമ്മു ഈ സദ്യ ഒരുക്കിയത്? സഹായത്തിന് അമ്മയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടുത്തെ അടുക്കളക്കാരി അല്ലാന്ന്. എന്നെ ആരും ചുമതലപ്പെടുത്തിയതല്ലേ ചേച്ചി. ചേച്ചി ഒരു പ്രശ്നത്തിനും പോവില്ലേ? അമ്മോ, വന്ന് വിളമ്പി കൊടുക്ക. കേട്ടില്ലേ ഇളയമ്മയുടെ കൽപ്പന? ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യ. ചേച്ചി വാ, പെട്ടെന്ന് ഊണ് കഴിക്കാം. ഇരിക്കും മോളെ. ഞാനും അമ്മ ഒന്നിച്ചിരിക്കാം.